കേരളത്തിനും കർണാടകത്തിനും അതിരിടുന്ന ബ്രഹ്മഗിരി. ബ്രഹ്മഗിരിയുടെ പ്രശാന്തമായ താഴ്വരയിൽ തിരുനെല്ലി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ അരികുവരെ വയനാടൻ കാടുകൾ. വനഗർഭത്തിൽ എവിടെയോ നിന്നും ഉദ്ഭവിച്ച് പതിഞ്ഞൊഴുകുന്ന കാട്ടരുവികൾ പാപനാശിനിയും കാളിന്തിയും കബനി നദിയുമായി ചേർന്ന് വയനാടിനെ പച്ചപ്പണിയിക്കുന്നു. കാട്ടരുവിയുടെ തീരങ്ങൾ പലതരം കൃഷികളാൽ സമ്പന്നം. വയനാടിന്റെ കാർഷിക വിജയങ്ങളുടെ നേർക്കാഴ്ചകൾ. തിരുനെല്ലി കാടുകളോട് ചേർന്ന കാളിന്തിയുടെ തീരത്ത് ജൈവ കൃഷിയുടെ മികവുമായി സുകുമാരൻ ഉണ്ണി എന്ന കർഷകൻ. ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിനു ചുറ്റും കാടാണ്. കാടിന്റെ നടുവിൽ കാട്ടാറിന്റെ തീരത്ത് പലതരം കൃഷിയുടെ ജൈവ വൈവിധ്യത്തിന്റെ കൃഷിപ്പാടങ്ങൾ. വയനാട് ജില്ലയിലെ മികച്ച ജൈവ കർഷകനും സമ്മിശ്ര കർഷകനുമാണ് സുകുമാരൻ ഉണ്ണി. വിവിധ തരത്തിലുള്ള വിളകൾ ഇടകലർത്തി മണ്ണിന്റെ മനസ്സറിഞ്ഞ് കൃഷി ഒരു ജീവിതചര്യയാക്കി മാറ്റി ജീവിക്കുന്ന കർഷകൻ. തന്റെ 4.5 ഏക്കർ കൃഷിയിടത്തിൽ നെല്ല്, പച്ചക്കറി, കാപ്പി, കുരുമുളക്, വിവിധ ഇനം വാഴകൾ, തെങ്ങ് തുടങ്ങി സമ്മിശ്ര കൃഷിയിലൂടെ പരിപൂർണ കർഷകനായി ജീവിക്കുന്ന സുകുമാരൻ ഉണ്ണി. ജൈവ കൃഷിയുടെ ആവശ്യത്തിനു വേണ്ട നാടൻ പശുക്കളെയും വളർത്തുന്നു. കേരളത്തിന്റെ തനത് സമ്പത്തെന്നറിയപ്പെടുന്ന നാടൻ പശുക്കൾ. ഇപ്പോൾ കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന ബ്രാഹ്മണി എന്ന വേറിട്ട ജനസിൽപ്പെട്ട പശുക്കളും സുകുമാരൻ ഉണ്ണിയുടെ തൊഴുത്തിലുണ്ട്. കൃഷി ആവശ്യത്തിനു വേണ്ടി കന്നുകാലികളെ വളർത്തുന്നു എന്നു മാത്രമല്ല, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാടൻ ജനസുകളെ സംരക്ഷിക്കുക എന്ന മഹത്തായൊരു ലക്ഷ്യം കൂടി സുകുമാരൻ ഉണ്ണിയുടെ പശു വളർത്തലിന് പിന്നിലുണ്ട്. കാളിന്തിയിലെ ശുദ്ധമായ വെള്ളവും തിരുനെല്ലി കുന്നിൻ താഴ്വരകളിലെ പുല്ലും കൊടുത്ത് വളർത്തുന്ന പശുക്കൾ. കൃത്രിമമായ കന്നുകാലി തീറ്റയില്ല. മാലിന്യം നിറഞ്ഞ വെള്ളമോ മറ്റു തീറ്റകളോ ഒന്നുമില്ലാതെ തീർത്തും നാടൻ രീതിയിൽ വളർത്തുന്ന പശുക്കളുടെ പാല് ഏറ്റവും ശുദ്ധമായത് എന്ന സവിശേഷത കൂടിയുണ്ട്. ജൈവ കൃഷിക്ക് ആവശ്യമായ ചാണകവും ഗോമൂത്രവും വേണ്ടുവോളം ലഭിക്കുന്നു ബ്രാഹ്മണിയിൽ നിന്നും മറ്റു നാടൻ പശുക്കളിൽ നിന്നും. കാളിന്തി തീരത്തെ പച്ചക്കറി കൃഷിയും നെൽപ്പാടങ്ങളും ചുറ്റുമുള്ള കാടും കാടിനപ്പുറത്തെ ബ്രഹ്മഗിരി എന്ന മലനിരകളും കൃഷിയുടെ വേറിട്ടൊരനുഭവം തന്നെയാണ്. കൃഷിക്കാഴ്ചകളും പ്രകൃതി സൗന്ദര്യവും കൂടിച്ചേർന്നൊരുങ്ങുന്ന പുതിയൊരു ജൈവ കാർഷികാനുഭൂതി സമ്മാനിക്കുന്ന കൃഷിയിടം. പാടങ്ങൾക്കരികിലൂടെ പതിഞ്ഞൊഴുകുന്ന കാളിന്തിയും വെള്ളത്തിന് ഒരിക്കലും ക്ഷാമമില്ല. ഏതു സമയത്തും പച്ചക്കറി വിളകളും നെല്ലും കൃഷി ചെയ്യാം. നെൽകൃഷിയിൽ ഒറ്റഞ്ഞാർ രീതിയും കെട്ടുനാട്ടിയുമാണ് സുകുമാരൻ ഉണ്ണി എന്ന കർഷകൻ അനുവർത്തിക്കുന്നത്. മഴമറയിൽ വഴുതിന, പാവയ്ക്ക, ബീൻസ് തുടങ്ങി വിവിധ ഇനം പച്ചക്കറി വിളകളുടെ കൃഷി.
വയലുകളുടെ ഒരു ഭാഗത്ത് മഞ്ഞൾ കൃഷി. കാട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന നീർച്ചാലുകൾ കൃഷിഭൂമിക്ക് എപ്പോഴും തണുപ്പേകുന്നു. വയനാടിന്റെ കുളിര് നിറഞ്ഞ കൃഷിയിടം. വയലുകളോട് ചേർന്നുകിടക്കുന്ന കവുങ്ങിൻ തോപ്പുകൾ. കവുങ്ങിൻ തോപ്പിനരികിൽ കാപ്പിക്കൃഷി. ഒരു ഭാഗം നിറയെ കുരുമുളക്. കവുങ്ങിനും കാപ്പിക്കുമൊപ്പം പലതരം വാഴകളുമുണ്ട്. കൃഷിയിടത്തിന് നടുവിൽ പ്രകൃതിക്കിണങ്ങുന്ന തരത്തിലുള്ള ഒരു കാർഷിക ഗൃഹവും. ഇതെല്ലാം ഒത്തുചേരുമ്പോൾ കേരളത്തിന്റെ പഴയ കാർഷിക സംസ്കൃതിയുടെ ആ പഴയ ചിത്രം ഇവിടെ അർത്ഥവത്താകുന്നു. സുകുമാരനുണ്ണിയുടെ കൃഷിയിൽ എല്ലാവിധ സഹായങ്ങളുമായി ഭാര്യയുമുണ്ട്. സുകുമാരനുണ്ണിയെപ്പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും കൃഷി ജീവിതചര്യയാക്കി മാറ്റിയെടുത്തു. വയനാടിലെ കർഷകർ ഇന്ന് നേരിടുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ് കൃഷിയിടങ്ങളിലെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ. പുലിയും കടുവയും പന്നിയുമെല്ലാം കാടിറങ്ങി വന്ന് കൃഷിയിടങ്ങളെ നശിപ്പിക്കുന്നു. കന്നുകാലികളെ കൊന്നു തിന്നുന്നു. യാതൊരു രാസവളങ്ങളോ രാസകീടനാശിനിയോ സുകുമാരനുണ്ണി തന്റെ കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കുന്നില്ല. മണ്ണിനെ മറന്നൊരു കൃഷിക്ക് ഈ കർഷകൻ തയ്യാറല്ല. മണ്ണറിഞ്ഞുള്ള കൃഷിയാണ് മണ്ണിന്റെയും മനുഷ്യന്റെയും നിലനിൽപ്പിന് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് പണ്ട് മുത്തശ്ശിയുടെ കാലം മുതലേ ശീലിച്ചെടുത്ത ജൈവകൃഷി. തന്റെ കൃഷിയിടത്തിൽ പൂക്കളും പൂമ്പാറ്റകളും വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന കർഷകൻ. കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങളെ കൊല്ലണമെന്ന് സുകുമാരനുണ്ണി പറയില്ല. കാരണം ഈ ഭൂമി എല്ലാ ജീവജാലങ്ങളുടെയുമാണ്. പക്ഷേ കൃഷിയെ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കണം. സുകുമാരനുണ്ണിയുടെ കൃഷിയുടെ കാവൽ അദ്ദേഹത്തിന്റെ 3 പട്ടികളാണ്. രാത്രിയും പകലും കൃഷിയിടങ്ങൾക്ക് കാവൽ നിൽക്കുന്ന പട്ടികൾ. ജൈവ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി വയനാട്ടിലെ കർഷകരുടെ കൂട്ടായ്മയായി ആത്മയുടെ സാമ്പത്തിക സഹായത്തോടെ പ്രകൃതി ഓർഗാനിക് ബയോ വില്ലേജ് എക്കോ ഷോപ്പ് ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ. സുകുമാരനുണ്ണിയാണ് ജൈവ കൃഷി കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആത്മ വയനാട് 2 ലക്ഷം രൂപയാണ് പ്രകൃതി ഓർഗാനിക് ആരംഭിക്കാൻ ധനസഹായം നൽകിയത്. വിഷം തീണ്ടാത്ത ഭക്ഷണം, അതോടൊപ്പം കർഷകരുടെ ജൈവ കാർഷികോൽപ്പന്നങ്ങൾ വിപണനം നടത്താനുള്ള സൗകര്യം, അതാണ് പ്രകൃതി ഓർഗാനിക് എന്ന സംരംഭം ആരംഭിക്കാൻ കാരണമായത്. നമ്മൾ തിരുനെല്ലിയിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ കാരണം വെച്ചാൽ ഓർഗാനിക്കായിട്ട് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞങ്ങൾ ഒരു സംഘം രൂപീകരിക്കുകയാണ്. 40 വർഷമായിട്ട് ഇതിൻ്റെ പുറകിൽ നടക്കണം. 1937 എൻ്റെ മുത്തശ്ശി വന്ന് ഇവിടെ വന്ന് സ്ഥലം വാങ്ങി ഇവിടുത്തെ കൃഷി ആരംഭിച്ച് അന്ന് തുടങ്ങിയിട്ടുള്ള ജൈവ കൃഷിയുടെ സമ്പ്രദായം, നമ്മളൊക്കെ ജനിച്ച് വളർന്നുമ്പം കാണുന്നതായ സമ്പ്രദായം നമുക്ക് വ്യാപിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയിട്ടും അതോടൊപ്പം തന്നെ കൃഷിക്കാരന് അവൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുക, അതിനൊരു മാർക്കറ്റ്, അതിനൊരു സ്ഥലം അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങളൊരു സംഘം രൂപീകരിച്ച് ആത്മീയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു ഇക്കോ ഷോപ്പ് തുടങ്ങാൻ കാരണം. കേരളത്തിലെ കർഷകർ ജൈവ കൃഷിയെ മാതൃകാപരമായ അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മികവുറ്റ രീതിയിൽ
ജൈവ കൃഷി പിന്തുടരുന്ന കർഷകർക്ക് വേണ്ടുന്ന സഹായ സഹകരണവുമായി കൃഷിവകുപ്പും ആത്മയും കർഷകർക്കൊപ്പമുണ്ട്. അതിന്റെ ഭാഗമായാണ് പ്രകൃതി ഓർഗാനിക് ആരംഭിച്ചത്. അപ്പോൾ ഇത് ബയോ വില്ലേജ് 2015-16 വർഷത്തിലെ ജില്ലാതല പ്രത്യേക പരിപാടിയിൽ ഉൾപ്പെടുത്തി ജൈവ കൃഷിക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു ഇക്കോ ഷോപ്പാണിത്. അപ്പം വയനാട്ടിലെ കർഷകർ മെയിനായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്കുള്ള സാധനങ്ങൾ, ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ആ പ്രശ്നം ഞങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ജൈവ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി നമ്മൾ തിരുനെല്ലി കൃഷിഭവനിലെ പരിധിയിൽപ്പെട്ട ഈ പ്രകൃതി സ്വാശ്രയ സംഘ കർഷകർ കൂടുതലായിട്ട് ജൈവ കൃഷിയിൽ നേരിട്ട് പങ്കെടുക്കുന്നതുകൊണ്ട് ഇവരെ തിരഞ്ഞെടുക്കുകയും അതുവഴി ഇവിടെ 2 മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഇവിടെയുള്ളൊരു വൈദ്യൻ, പ്രശസ്തമായ വൈദ്യനും തിരുനെല്ലി ടെമ്പിളിൽ വരുന്ന പുറമേയുള്ള ആൾക്കാരുടെ ഒരു ഇതും നമ്മൾ മുതലെടുത്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ ബയോ വില്ലേജ് തുടങ്ങിയത്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനും നാടൻ വിത്തിനങ്ങളുടെ പ്രാധാന്യം കണ്ടറിയുന്നതിനും നാടൻ നെൽവിത്തിനങ്ങളും അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നു. കോതണ്ടൻ, ഓണമൊട്ടൻ, ചെന്നൽ, തവളക്കണ്ണൻ, വെള്ളിമുത്ത്, ചേറ്റുവിളിയൻ, കാകിശാല, ജീരകശാല, ഗന്ധകശാല, രക്തശാലി, വലിച്ചൂരി, 90 തൊണ്ടി, റെഡ് ജാസ്മിൻ, വൈറ്റ് ജാസ്മിൻ തുടങ്ങി വിവിധ ഇനം നെൽവിത്തുകൾ. ഔഷധ ഗുണമുള്ള ഞവരയും ഗന്ധകശാലയും ജീരകശാലയും കാകിശാലയും ഒക്കെ ഉപയോഗിച്ചാണ് സുകുമാരനുണ്ണി കൃഷി ചെയ്യുന്നത്. വയനാടിന്റെ തനത് നെൽവിത്തിനങ്ങളും മറ്റ് കാർഷിക വിളകളും സംരക്ഷിക്കുകയും അവയെ അടുത്ത തലമുറയ്ക്കായി കൈമാറുകയും ചെയ്യുക എന്ന ലക്ഷ്യം കൂടി ഈ കർഷകൻ നിർവഹിക്കുന്നു. വയനാടിൻ്റെതായ തനത് ഉൽപ്പന്നങ്ങൾ മുഴുവൻ നമുക്ക് ആധികാരികമായി പറയാം. അതിൽ എല്ലാം ആയുർവേദ മരുന്നുകളുടെ സ്ഥാനമുള്ള നെല്ലുകളാണ്. ഇപ്പോൾ നവര, അതുപോലെ തന്നെ ഈ ചേറ്റുവിളിയൻ, ഗന്ധകശാല, ജീരകശാല, തൊണ്ടി, പാൽത്തൊണ്ടി, ഓണമൊട്ടൻ, അങ്ങനെ വിവിധ തരത്തിലുള്ള വിത്തിനങ്ങൾ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ തന്നെ ഞാനിതെന്ന് പറഞ്ഞാൽ ഈ വിത്തുകൾ, വയനാടിൻ്റെതായ കുറേ അധികം വിത്തുകൾ ഈ 2 ഏക്കർ സ്ഥലത്ത് ഞാൻ പല രീതിയിൽ ചെയ്ത് പോളിനേഷൻ ഒഴിവാക്കിയിട്ട്, പരസ്പരം പോളിനേഷൻ വരാത്ത രീതിയിൽ അതിന് വേണ്ടിയിട്ട് നിലം ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് സ്ലറി, ചാണകത്തിൽ നിന്ന് കിട്ടുന്ന ആ സ്ലറിയാണ് നമ്മളത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ജൈവത നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ചപ്പ്, ഉണക്കയും പച്ചയും ചപ്പുകൾ, അത് നമ്മുടെ തോട്ടത്തിലുള്ള സാധനങ്ങൾ തന്നെ നമ്മളിതിന് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ കീടനാശിനികളായിട്ടും മറ്റുള്ള സാധനങ്ങളായിട്ടും വളരെ കുറച്ചേ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അത് നമ്മുടെ ജൈവ കൃഷി രീതി ആയതുകൊണ്ട് കീടനാശിനികൾക്ക് സ്ഥാനമില്ല. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഗോമൂത്രം, വേപ്പെണ്ണ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. ബാർ സോപ്പോ പുകയില കഷായമോ പോലും നമുക്ക് എൻ്റെ ഈ വയലുകളിൽ ഉപയോഗിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും ജൈവത നിലനിർത്തിയിട്ടുണ്ട് നമ്മൾ. ധാരാളം മീനുകളുണ്ട്, നാടൻ മീനുകളുണ്ട്, ഞണ്ടുണ്ട്, തവളകൾ ധാരാളമുണ്ട്. ഇപ്പോൾ ചേക്കേറാൻ വരുന്ന വേഴാമ്പലുകൾ, ചാര വേഴാമ്പൽ, കോഴി വേഴാമ്പൽ എന്നൊക്കെ പറയുന്ന പലതരം പക്ഷികൾ. ഒരിക്കലും നമ്മൾ രാത്രി കാലങ്ങളിലോ മറ്റുള്ള സമയത്തോ നമ്മൾ പടക്കം പൊട്ടിക്കാൻ അടക്കം പേടിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ പക്ഷി വർഗ്ഗങ്ങൾ ധാരാളം നമ്മുടെ തോട്ടത്തിൽ വന്ന് കൂടുകൂട്ടിയിട്ടുണ്ട്. അപ്പം ഇവരുടെ വിസർജ്യങ്ങൾ മരുന്നുമാണ്, വളമാണ്, നല്ല കീടനാശിനിയാണ്. പിന്നെ അവരുടെ സമയമെടുത്ത് ധാരാളം പേരത്തൈകളും മറ്റുള്ള തൈകളും നട്ട കാരണം അവരുടെ സമയമെടുത്ത് അതിനകത്ത് ഇരുന്ന് തിന്നണോ, ആ സമയത്ത് കാണുന്ന പുഴുക്കളെ അവർ കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗബാധ വളരെയധികം കുറവാണ്. കൃഷിയിൽ യന്ത്രവൽക്കരണം ആവാം. കാരണം പഴയതുപോലെ കാർഷിക ജോലികൾക്ക് കൃഷിപ്പണിക്കാരെ കിട്ടാനില്ല. മാത്രവുമല്ല, കാലതാമസം കൂടാതെ കൃഷിയിടങ്ങൾ കൃഷിക്കായി ഒരുക്കിയെടുക്കാൻ യന്ത്രങ്ങൾ സഹായിക്കുന്നു. എന്നാൽ മണ്ണിനെയും വെള്ളത്തെയും മലിനമാക്കുന്ന രാസവളങ്ങളും രാസകീടനാശിനികളും ഒരിക്കലും ഉപയോഗിക്കാറില്ലെന്ന് സുകുമാരനുണ്ണി പറയുന്നു. അത്
100% സത്യമാണെന്ന് ഇദ്ദേഹത്തിന്റെ പാടങ്ങളും മറ്റ് കൃഷിയിടങ്ങളും കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും. മണ്ണിരകളും തുമ്പികളും ശലഭങ്ങളും നിറഞ്ഞ കൃഷിയിടങ്ങൾ. നാടൻ പശുക്കളുടെ മൂത്രവും ചാണകവും മാത്രം ഉപയോഗിച്ച് ജൈവ കൃഷിക്ക് വേണ്ട വളക്കൂട്ടുകൾ സുകുമാരനുണ്ണി ഉണ്ടാക്കുന്നു. ഇതിൽ പ്രധാനം ജീവാമൃതമാണ്. നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും ശർക്കരയും പയറുപൊടിയും പാളയൻകോടൻ പഴവും കൃഷിയിടത്തിൽ നിന്നുള്ള ഒരു പിടി മണ്ണും ചേർത്ത് പുളിപ്പിച്ചെടുക്കുന്ന ജീവാമൃതം. ജീവാമൃതമാണ് എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്നത്. ജീവാമൃതം അത്ഭുതകരമായ വളർച്ചയും കരുത്തും അതോടൊപ്പം വിളവുമാണ് കൃഷിയിൽ ഉണ്ടാക്കുന്നതെന്ന് ഇദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. മാത്രമല്ല, കാടിന് അരികിലായിട്ട് പോലും കീടങ്ങളുടെ ആക്രമണവും കുറവാണ്. ചെടികൾക്ക് വാട്ടമോ രോഗമോ ഒന്നുമില്ല. പച്ചപ്പിന്റെ നിറസമൃദ്ധിയുമുണ്ട്. പ്രകൃതിയുടെ സ്നേഹവും ലാളനയും ഏറ്റുവാങ്ങി ശുദ്ധമായ വായുവും ശുദ്ധമായ വെള്ളവും ഉപയോഗിച്ച് പ്രകൃതിക്കും മണ്ണിനും ഇണങ്ങുന്ന കൃഷിരീതികളുമായി ജൈവ കൃഷിയിലും പാരമ്പര്യ കൃഷികളിലും മാതൃകയായി തീർന്ന വയനാടൻ കർഷകൻ. അതോടൊപ്പം നാടൻ വിത്തിനങ്ങളുടെ കാവലാൾ. പഴയതും പുതിയതുമായ കൃഷിയിടങ്ങളുടെ പാഠശാല കൂടിയാണ് സുകുമാരനുണ്ണിയുടെ കാളിന്തി തീരത്തെ കൃഷിയിടങ്ങൾ. മണ്ണും മനുഷ്യനും അന്യോന്യം മനസ്സ് തൊട്ടറിഞ്ഞുള്ള പാരസ്പര്യത്തിന്റെ കൃഷി. പ്രകൃതിയും കൃഷിയും സമഞ്ജസ സമ്മേളിതമായി പുതിയൊരു അനുഭൂതിയും അനുഭവവും സമ്മാനിക്കുന്ന ജൈവ വിജയത്തിന്റെ നന്മകൾ അനുഗ്രഹമായി മൂർധാവിലേറ്റുവാങ്ങിയ കർഷകൻ. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और PVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ ഷീറ്റ് സംസ്കരണത്തിൽ പരിശീലനം. അക്ഷയശ്രീ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. റബ്ബർ ഷീറ്റ് സംസ്കരണം, തരംതിരിക്കൽ എന്നിവയിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബർ പാൽ സംഭരണം, ഷീറ്റ് നിർമ്മാണം, പുകപ്പുരകൾ, ഗ്രേഡിംഗ് സംബന്ധിച്ച ഗ്രീൻ ബുക്ക് നിബന്ധനകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം ഈ മാസം 17-18 തീയതികളിൽ കോട്ടയത്തെ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കും. പരിശീലന ഫീസ് 1000 രൂപ. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 0481 2
351 313. മറ്റൊരു നമ്പർ 0481 2 353 127. 60 വർഷം പിന്നിടുന്ന തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷ പരിപാടിയുടെ സമാപനം ഗവർണർ ജസ്റ്റിസ് പി സദാശിവം നിർവഹിക്കും. നവംബർ 16 രാവിലെ നടക്കുന്ന ചടങ്ങിൽ കൃഷിമന്ത്രി VS സുനിൽകുമാർ, ഡോക്ടർ ശശി തരൂർ MP, കാർഷിക സർവകലാശാല ജനറൽ കൌൺസിൽ അംഗങ്ങൾ, ഉദ്യോഗസ്ഥ മേധാവികൾ, പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ സംബന്ധിക്കും. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സരോജിനി ദാമോദർ ഫൗണ്ടേഷൻ ബാംഗ്ലൂർ ഏർപ്പെടുത്തിയിട്ടുള്ള 8ാമത് അക്ഷയശ്രീ അവാർഡിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. 3 വർഷത്തിനുമേൽ പൂർണ്ണമായും ജൈവ ഭക്ഷണ കൃഷി ചെയ്യുന്ന കർഷകരെയാണ് അവാർഡിനായി പരിഗണിക്കുന്നത്. സംസ്ഥാന തലത്തിൽ ഏറ്റവും നല്ല ജൈവ കർഷകന് 1 ലക്ഷം രൂപയും ജില്ലാതലത്തിൽ എല്ലാ ജില്ലകളിലെയും മികച്ച കർഷകർക്ക് 25,000 രൂപ വീതവും പ്രോത്സാഹന സമ്മാനമായി 20 കർഷകർക്ക് 10,000 രൂപ വീതവും നൽകി ആദരിക്കുന്നതാണ് അക്ഷയശ്രീ അവാർഡ്. ഈ മാസം 20-ന് മുമ്പായി അപേക്ഷകൾ ലഭിച്ചിരിക്കണം. വിലാസം: KV ദയാൽ, ശ്രീകോവിൽ, മുഹമ്മ PO, ആലപ്പുഴ. ഫോൺ നമ്പർ 9441 14526. കൃഷിവകുപ്പ് 14 ജില്ലകളിലും നാളികേര ഇൻഷുറൻസ് പരിരക്ഷ നടപ്പാക്കുന്നു. 4 മുതൽ 60 വർഷം വരെ പ്രായമായ പ്രതിവർഷം 30 നാളികേരം വിളയുന്ന തെങ്ങുകൾക്ക് പരിരക്ഷ ലഭിക്കും. പദ്ധതി പ്രകാരം ആരോഗ്യമുള്ള കായ്ഫലമുള്ള 5 തെങ്ങെങ്കിലും കൃഷി ചെയ്യുന്ന കർഷകർക്ക് പദ്ധതിയിൽ അംഗമാകാം. കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, രൂക്ഷമായ കീടരോഗാക്രമണം, കാട്ടുതീ, ഇടിമിന്നൽ, കൊടും വരൾച്ച തുടങ്ങിയവ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കും. കൃഷിവകുപ്പും നാളികേര വികസന ബോർഡുമാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 21 മുതൽ 23 വരെ നായ വളർത്തലിലും 28 മുതൽ 30 വരെ പശു വളർത്തലിലും പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0471 2 732 918. കൊല്ലം ഓച്ചിറ ക്ഷീരോൽപ്പന്ന പരിശീലന കേന്ദ്രത്തിൽ നാളെയും മറ്റന്നാളുമായി തീറ്റപ്പുൽ കൃഷിയിൽ പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷൻ ഫീസ് 10 രൂപ. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് യാത്രാബത്ത, ദിനബത്ത എന്നിവ ഉണ്ടായിരിക്കും. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0476 2 698 550. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 9,500 രൂപ, കോഴിക്കോട് 10,500 രൂപ, തൃശൂർ 9,400 രൂപ. കൊപ്ര കൊച്ചി 6,430 രൂപ, കോഴിക്കോട് 6,500 രൂപ, തൃശൂർ 6,405 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 65,200 രൂപ, ഗാബിൾഡ് 68,200 രൂപ. ചുക്ക് മീഡിയം 12,500 രൂപ, ബെസ്റ്റ് 14,000 രൂപ. മഞ്ഞൾ സേലം 9,400 രൂപ, ഈറോഡ് 9,600 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,700 രൂപ, RSS 4ാം ഗ്രേഡ് 12,000 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,000 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 9,500 രൂപ, കൊപ്ര 6,430 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000 രൂപ, റോട്ടറി 2,300 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 65,200 രൂപ, ഗാബിൾഡ് 68,200 രൂപ. ചുക്ക് മീഡിയം 12,500 രൂപ, ബെസ്റ്റ് 14,000 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 18,000 രൂപ മുതൽ 19,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 240 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 400 രൂപ മുതൽ 450 രൂപ വരെ. ജാതിപത്രി 600 രൂപ മുതൽ 850 രൂപ വരെ. ഗ്രാമ്പു 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,700 രൂപ, RSS 4ാം ഗ്രേഡ് 12,000 രൂപ. ഒട്ടുപാൽ 8,000 രൂപ, ലാറ്റക്സ് 7,300 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26. കോഴിക്കോട് 35, 25.2. കൊച്ചി 33.4, 25.7. ആലപ്പുഴ 32.3, 25.2. പുനലൂർ 33.6, 23.2. തിരുവനന്തപുരം 31.5, 25 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.